ഇപ്പോൾ കേൾക്കുന്നത് ഈ DJI ട്രാൻസ്മിറ്ററിലൂടെയാണ്. സോ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററോ വ്ളോഗറോ അല്ലെങ്കിൽ ഇനി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ചെറിയ ട്രാൻസ്മിറ്റർ മതി നിങ്ങളുടെ വീഡിയോസ് ഡെവലപ്പ് ചെയ്യാൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ DJI Mic Mini ആണ്. ഇത് അറൗണ്ട് 10,000 കോസ്റ്റായി എനിക്ക് മേടിച്ചപ്പോൾ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ കോളറിലോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുമ്പോൾ ഇതധികം തൂങ്ങി കിടക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ മാഗ്നറ്റ് നല്ല പവർഫുൾ ആയതുകൊണ്ട് ഇത് താഴെ വീഴും എന്നുള്ള പേടിയും വേണ്ട. ഇന്നത്തെ വീഡിയോ കൂടുതലും ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഗൈഡോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ വയർലെസ് മൈക്ക് യൂസ് ചെയ്ത് വ്ളോഗിങ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാമെന്ന് മാത്രമായിരിക്കും. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഓഡിയോ വളരെ നാച്ചുറലായിട്ട് ഫീൽ ആകും. അതുപോലെ തന്നെ വളരെ ക്രിസ്പ് ആയിരിക്കും. 2 ലെവൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ജസ്റ്റ് 10 ഗ്രാമേ വെയ് ചെയ്യുന്നുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഡ്രസ്സിൽ ഇതുപോലെ മൗണ്ട് ചെയ്യാം മാഗ്നറ്റ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ക്ലിപ്പ് ഓൺ യൂസ് ചെയ്ത് ചെയ്യാം. ഈ മൈക്കിൻ്റെ കേസിൽ എന്തൊക്കെ വന്നു എന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സിങ് വീഡിയോ പോലെ പോകുന്നില്ല. എന്നാലും കേസിൽ എന്തൊക്കെ വന്നു എന്ന് മാത്രം പറഞ്ഞു പോകാം. 2 ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു, ഒരു റിസീവർ ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ വിൻസ്ക്രീന്, ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള കേബിള്, ഒരു ക്യാമറ ഓഡിയോ കേബിൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ക്യാരിങ് പൗച്ച് വന്നു. ഇതാണ് ക്യാരിങ് പൗച്ച്. സോ എല്ലാം നല്ല പ്രീമിയം ഫീലുള്ള, ലുക്ക് ആൻഡ് ഫീലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. സോ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ റിസീവർ കണക്ട് ചെയ്ത് ഈ ട്രാൻസ്മിറ്റർ റിസീവറുമായിട്ട് പെയർ ചെയ്തേക്കുവാണ്. അതിലാണ് ഈ ഓഡിയോ നിങ്ങൾ കേൾക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടത് ഫോണിലൂടെ കേൾക്കുന്ന ഓഡിയോയും മൈക്ക് ഓൺ ആക്കിയപ്പോൾ ഉള്ള ഓഡിയോ ഡിഫറൻസുമാണ്. ഈ മൈക്കിൽ 2 ബട്ടൺസാണ് ഉള്ളത്. ഒരു പവർ ബട്ടണും പിന്നെ ഒന്ന് പെയർ ബട്ടണുമാണ്. പവർ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഞാൻ മുമ്പേ പറഞ്ഞ 2 ലെവൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ആകും. ആദ്യം ബേസിക് ക്യാൻസലേഷൻ ആയിരിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് സ്ട്രോങ് നോയ്സ് ക്യാൻസലേഷൻ മോഡിലോട്ട് പോകും. ഈ സെയിം കൺട്രോൾ തന്നെ DJI Mimo ആപ്പിൽ ഇൻ്റർഫേസിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വ്ളോഗിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വയർലെസ് മൈക്ക് മേടിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ റിസീവറും ട്രാൻസ്മിറ്ററും മൊബൈലിൽ കണക്ട് ചെയ്ത് വ്ളോഗിങ് ചെയ്യാമെന്ന്. സോ അൾട്ടിമേറ്റ് പർപ്പസ് ഈ വീഡിയോയുടെ ഒരു സെറ്റപ്പ് ഗൈഡ് തന്നെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസീവർ എങ്ങനെ ഫോണിൽ കണക്ട് ചെയ്ത് ട്രാൻസ്മിറ്ററിലൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഫോണിൽ റിസീവർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഈ ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം. ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി, അത് ഊരി വരും. എന്നിട്ട് ഈ C ടൈപ്പ് അഡാപ്റ്റർ കേസിൻ്റെ കൂടെ തന്നെ വന്നതാണ്. അത് നമുക്കിതുപോലെ തിരിച്ച് സ്ലൈഡ് ഇൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. അതിനുശേഷം മൊബൈലിൻ്റെ Type-C സ്ലോട്ടിലോട്ട് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. സോ ഇപ്പോൾ റിസീവർ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസ്മിറ്റർ എടുത്ത് ട്രാൻസ്മിറ്റർ പെയർ മോഡ് ഓൺ ചെയ്യണം. അതിനായിട്ട് ഈ പെയറിംഗ് മോഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം, ബ്ലൂ ആൻഡ് ഗ്രീൻ. സോ ഇപ്പോൾ നിങ്ങൾ റിസീവറിൽ നോക്കുവാണെങ്കിൽ മൈക്ക് 1 and 2 എന്ന് കാണാം. അത് രണ്ടും ലൈറ്റ് ലിറ്റപ്പ് ആയിട്ടില്ല. സോ ഈ റിസീവറിലും ഒരു പെയറിംഗ് ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. സോ ഇപ്പോൾ റിസീവർ ട്രാൻസ്മിറ്റർ സെർച്ച് ചെയ്യുവാണ്. സോ ഈ ട്രാൻസ്മിറ്ററാണ് മൈക്ക് 1. മൈക്ക് 2 ഇപ്പം ഞാൻ സംസാരിക്കുന്ന മൈക്കാണ്. അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തേക്കുവാണ്. അത് നമ്മളെങ്ങനെയാണെന്ന് ഉടനെ കാണും. സോ ഇപ്പം മൈക്ക് 1 വിച്ച് ഈസ് ഈ ട്രാൻസ്മിറ്ററും ഈ റിസീവറും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഈ ട്രാൻസ്മിറ്ററിലൂടെ വോയിസ് കേൾക്കാവുന്നതാണ്. ഇനി ബ്ലൂടൂത്ത് വഴി എങ്ങനെ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഞാനിപ്പം തിരിച്ച് ചാർജിങ് കേസിൽ ഈ ട്രാൻസ്മിറ്റർ വെച്ചിരുന്നു, അത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബ്ലൂടൂത്തിൽ പോയി നിങ്ങൾ നോർമലി ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആഡ് ചെയ്യുന്ന പോലെ പെയറിംഗ് ബട്ടൺ, ട്രാൻസ്മിറ്ററിലെ പെയറിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് പെയറിംഗ് മോഡ് ഓൺ ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരുന്നു. അതാണ് ഈ ഡിവൈസ് ഇവിടെ പെയർഡ് ഡിവൈസിൽ കാണുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ഡിവൈസസിൽ വരും. സോ സിംപ്ലി നിങ്ങൾ ഈ പെയർ അയക്കുന്ന ഡിവൈസിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവൈലബിൾ ഡിവൈസ് വരുമ്പോൾ അത് ടച്ച് ചെയ്ത് പെയർ കൊടുത്താൽ മതി. സോ ഇങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. സോ ഇത്ര ഈസിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു എക്കോസിസ്റ്റം ഉള്ളൊരു ബ്രാൻഡ് കൂടിയാണ് DJI. സോ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ഇതുപോലെ എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സോ മറ്റ് ഡിവൈസസോ നിങ്ങൾ മേടിച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് ഡിവൈസസും നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാം. സോ എനിക്കിത് കംപ്ലീറ്റ്ലി അറൗണ്ട് 10,000 ആയിരുന്നു ഇതിന് കോസ്റ്റ് വന്നത്. സോ എനിക്കിത് കംപ്ലീറ്റ്ലി വെർത്തായിട്ട് തോന്നുന്നുണ്ട്.
ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ an affordable wireless microphone for your vlogging setup, I would recommend this DJI Mic Mini. Just go for it. It's really worth.